കുറയുന്നത്. നമുക്കറിയാം, നമുക്ക് പാരൻസിന് ഇപ്പോൾ അപ്പനും അമ്മയ്ക്കൊക്കെ ആർക്കെങ്കിലൊക്കെ അലർജി ഉണ്ടെങ്കിൽ ഈ കുട്ടികളിലും അലർജി ഉണ്ടാവും. ഈ അലർജിക്ക് പുറമെ കുട്ടികൾ കഴിക്കുന്ന അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ ഇവരെ രോഗപ്രതിരോധ ശക്തി ഭയങ്കരമായിട്ട് കുറയ്ക്കുന്നുണ്ട്. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് കുട്ടികളിൽ ഉണ്ടാകുന്ന ദഹനക്കേടാണ്. കുട്ടികളുടെ മാനസിക അവസ്ഥ, മനസ്സിലുണ്ടാകുന്ന വിഷമം, ദുഃഖം ഒക്കെ ഇവരിൽ രോഗപ്രതിരോധ ശക്തി, മനസ്സെപ്പോഴും വളരെ പ്രധാനപ്പെട്ട ഒരു ഇന്ന് അമ്മമാര് നേരിടുന്ന വലിയൊരു പ്രശ്നമാണ്, അല്ലെങ്കിൽ കുടുംബം നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് മക്കളിൽ ഉണ്ടാകുന്ന, അടിക്കടി ഉണ്ടാകുന്ന ഈ ജലദോഷം, അല്ലെങ്കിൽ ചുമ, അല്ലെങ്കിൽ പനികൾ. ഇപ്പൊ നമുക്ക് പൊതുവെ എല്ലാവരും പാരന്റ്സ് പറയും കുട്ടിക്ക് രോഗപ്രതിരോധ ശക്തി കുറവാണ്, അടുത്തോട് ഒരാൾ തുമ്മിയാൽ മതി അപ്പൊ കുട്ടിക്ക് കിട്ടും, അല്ലെങ്കിൽ സ്കൂളിൽ ഒരാൾക്ക് പനി വന്നാൽ എൻ്റെ കുട്ടിക്കും വേഗം വരും. എന്തുകൊണ്ടാണ് ഈ കുട്ടികളിൽ ഈ പെട്ടെന്ന് രോഗങ്ങൾ വരുന്നത്, അല്ലെങ്കിൽ രോഗപ്രതിരോധ ശക്തി കുറയുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് നാം ഈ ഒരു വീഡിയോയിൽ ചിന്തിക്കുന്നത്. 4 കാരണങ്ങളാണ് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുക. അപ്പോൾ ഇത് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് കുട്ടിയുടെ രോഗപ്രതിരോധ ശക്തി കുറയുന്ന അവസ്ഥയെ ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. ഞാൻ ഡോക്ടർ അനുമോദ് കാക്കശ്ശേരി, മരിയൻ ആയുർവേദ, തൃശ്ശൂർ. അപ്പം നമ്മുടെ അടുത്ത് വരുന്ന മക്കളിൽ നമ്മൾ നോക്കുമ്പോൾ ഒന്നാമത്തെ കാരണം ഈ കുട്ടികളെല്ലാം പൊതുവെ ഈ അസിഡിറ്റി ഉള്ള കുട്ടികളിലാണ് പെട്ടെന്ന് രോഗപ്രതിരോധ ശക്തി കുറയുന്നത്. നമുക്കറിയാം, നമുക്ക് പാരൻസിന് ഇപ്പോൾ അപ്പനും അമ്മയ്ക്കൊക്കെ ആർക്കെങ്കിലൊക്കെ അലർജി ഉണ്ടെങ്കിൽ ഈ കുട്ടികളിലും അലർജി ഉണ്ടാവും. ഈ അലർജിക്ക് പുറമെ കുട്ടികൾ കഴിക്കുന്ന അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ ഇവരെ രോഗപ്രതിരോധ ശക്തി ഭയങ്കരമായിട്ട് കുറയ്ക്കുന്നുണ്ട്. അതായത് ബിസ്ക്കറ്റ് പോലെയുള്ള നല്ലത്, ചിലപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന കുക്കീസൊന്നും കുഴപ്പമുണ്ടാവില്ല, പക്ഷെ പലപ്പോഴും ഒത്തിരി കെമിക്കൽസ് ഒക്കെ ചേർത്ത് അല്ലെങ്കിൽ ഒത്തിരി ഷുഗർ കണ്ടന്റ് ഉള്ള കുക്കീസൊക്കെ കഴിക്കുന്നത് രോഗപ്രതിരോധ ശക്തി കുറയ്ക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരുപാട് പുളിയുടെ, ഈ അസിഡിറ്റി ഉള്ളവർ അല്ലെങ്കിൽ അലർജി ഉള്ളവർ ഒത്തിരി പുളിരസം, നാരങ്ങ വെള്ളമോ അല്ലെങ്കിൽ ഓറഞ്ച്, മൂസമ്പിയൊക്കെ കഴിക്കുമ്പോൾ ഇവരെ ഗണ്യമായിട്ട് രോഗപ്രതിരോധ ശക്തി കുറയുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും കൂടുതൽ രോഗപ്രതിരോധ ശക്തി കുറയുന്ന കുട്ടികളുടെ അസിഡിറ്റി മൂലമാണ്. അപ്പോൾ അസിഡിറ്റി ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളിൽ പെട്ടതാണ് ചായ, കോഫി, അച്ചാറ്, പപ്പടം, ബിസ്ക്കറ്റ്, ചോക്ലേറ്റ്, അങ്ങനത്തെ ഹെൽത്ത് ഡ്രിങ്ക്സ് എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ. ഇത്തരം സാധനങ്ങൾ ഒഴിവാക്കുക, ഈ പുളിയുള്ള ഫ്രൂട്ട്സുകൾ ഒഴിവാക്കുക. ഇതൊക്കെ ഒരു അസിഡിറ്റി വർദ്ധിപ്പിക്കും. അസിഡിറ്റി വർദ്ധിച്ചാൽ ഇവരെ തീർച്ചയായിട്ടും രോഗപ്രതിരോധ ശക്തി കുറയും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇവർക്ക് മാറ്റം വരുത്താനായിട്ട് സാധിക്കുക? പുളിയുള്ളത് ഒഴിവാക്കുന്നു, പ്ലസ് ഇവർക്ക് ഇതിന് അസിഡിറ്റി ഇല്ലാതാക്കുന്ന ആൽക്കലൈൻ സ്വഭാവമുള്ള ആയുർവേദ മരുന്നുകൾ കഴിക്കുമ്പോൾ ഇവർക്ക് നല്ല പ്രതിരോധ ശക്തി വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് കുട്ടികളിൽ ഉണ്ടാകുന്ന ദഹനക്കേടാണ്. കഴിക്കുന്ന ഭക്ഷണം പ്രോപ്പറായിട്ട് ദഹിക്കുന്നില്ല. ഇന്ന് തന്നെ കോപ്പിയിൽ വന്നൊരു കുട്ടിയുടെ ഒരു കേസ് നോക്കുകയാണെങ്കിൽ ഒരുപാട് നട്ട്സ് കഴിക്കുകയാണ്. ഈ കുഞ്ഞു വയറൊരു 5-6 വയസ്സാകുമ്പോഴേക്കും തന്നെ ഒത്തിരി നട്ട്സ് കഴിക്കുമ്പോൾ കുട്ടികൾക്ക് ദഹിക്കുന്നില്ല. ദഹിക്കാതെ ഇതെല്ലാം കഫമായിട്ട് അടിഞ്ഞു കൂടുന്നു. ദഹനശക്തി കുറഞ്ഞാൽ പെട്ടെന്ന് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഒക്കെ നമ്മുടെ ശരീരത്തിലേക്ക് കയറാനായിട്ട് സാധ്യത കൂടുതലാണ്. അപ്പോൾ ദഹിക്കാൻ പറ്റാത്ത ഒരവസ്ഥ നമുക്ക്, അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ഭക്ഷണം രോഗപ്രതിരോധ ശക്തി കുറയുന്നതിന് കാരണമാകുന്നുണ്ട്. ചില കുട്ടികളിൽ നമ്മൾ കണ്ടിട്ടുള്ളത്, കുട്ടികൾക്ക് ചിലപ്പോൾ ജന്മന തന്നെ ചെറിയ കാര്യങ്ങൾ, ചെറിയ ഒരു ഭക്ഷണപദാർത്ഥങ്ങൾ പോലും ദഹിക്കാൻ പറ്റാത്ത മക്കളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കുറച്ചും കൂടിയും ലിവർ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള മെഡിസിൻസ് ഒക്കെ കൊടുക്കുമ്പോഴാണ് ഇവരുടെ ദഹനശക്തി വർദ്ധിക്കുന്നത്. മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് കൃമിയാണ്. കുട്ടികളിൽ കൃമിശല്യം കൂടുതലുണ്ടെങ്കിൽ ഇവരുടെ രോഗപ്രതിരോധ ശക്തി ഭയങ്കരമായിട്ട് കുറയും. ഒത്തിരി മക്കളിൽ നമ്മൾ കണ്ടിട്ടുള്ളത് കൃമിശല്യം ഉണ്ടെങ്കിൽ, ഇപ്പം നമുക്ക് അറിയാം, നമുക്കൊരു പിൻവേം ഇൻഫെക്ഷൻ ആണ് കൂടുതൽ കുട്ടികളിൽ കാണപ്പെടുന്നത്. ഒരു പിൻവേം എന്ന് പറയുന്നത് ഒരു 10,000-നും 15,000-നും ഇടയിൽ അത്രയധികം മുട്ടയിടുന്നതാണ്. ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴേക്കും വീണ്ടും ഈ 10,000 മുട്ടകളൊക്കെ വിരിഞ്ഞ് 10,000 കൃമികളാവുന്നു. ഈ ഓരോ കൃമി വീണ്ടും 10,000-ഓളം മുട്ടകൾ ഇടുന്നു. അങ്ങനെ ഒരു ഭയങ്കരമായ ഒരു കൃമികളുടെ ഒരു കോളനി നമ്മുടെ കുഞ്ഞുങ്ങളുടെ വയറിലുണ്ടെങ്കിൽ ഇവർക്ക് എപ്പോഴും ജലദോഷവും പനി വിട്ടുപോകില്ല എന്നുള്ളതാണ്. അപ്പോൾ കുട്ടികൾക്ക് കൃമിശല്യം മാറുന്നതിനുള്ള ആയുർവേദത്തിൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള മരുന്നുണ്ട്. പലപ്പോഴും മോഡേൺ മെഡിസിനും മരുന്നുകൾ ഉപയോഗിച്ചിട്ട് മാറുന്നില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമ്മൾ ആയുർവേദത്തിലൊക്കെ ഒത്തിരി മനോഹരമായിട്ടുള്ള മെഡിസിൻസ് ഉണ്ട്. അപ്പോൾ കൃമിയെ കൊല്ലുന്ന മരുന്ന് കൊടുത്താൽ തന്നെ കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്ന പനിയെ നമുക്ക് ഇല്ലാതാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു കാരണം എന്ന് പറയുന്നത് കുട്ടികളുടെ മാനസിക അവസ്ഥ, മനസ്സിലുണ്ടാകുന്ന വിഷമം, ദുഃഖം ഒക്കെ ഇവരിൽ രോഗപ്രതിരോധ ശക്തി, മനസ്സെപ്പോഴും വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. മനസ്സിൽ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് രോഗപ്രതിരോധ ശക്തി ഭയങ്കരമായിട്ട് കുറയും എന്നുള്ളത്. എന്നാലും ആദ്യത്തെ 3 കാരണങ്ങളാണ് ഏറ്റവും പ്രകടമായിട്ട് കാണുക. അപ്പോൾ അത്തരത്തിലുള്ള നമ്മുടെ കുട്ടിക്ക് എന്ത് കാരണം കൊണ്ടാണ് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ മനസ്സിന് വിഷമമുള്ള ഒരു കുട്ടിയാണെങ്കിൽ എപ്പോഴും ദുഃഖവും അല്ലെങ്കിൽ വിഷമവും പരിഭവമൊക്കെ ഉള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് രോഗപ്രതിരോധ ശക്തി. അപ്പോൾ നമ്മൾ ഇത്രയും 4 കാരണങ്ങളിൽ ഏതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനുള്ള ചികിത്സയും മരുന്നും കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളുടെ രോഗപ്രതിരോധ ശക്തി നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ്. വീണ്ടും മറ്റൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.